ഓം ശാന്തി. ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാനൊരു പ്രകാശപുഞ്ചമാണ്. ഞാൻ പരം പവിത്ര ആത്മാവാണ്. പവിത്രതയുടെ സാഗരനായ ശിവബാബയുടെ സന്താനമാണ്. പവിത്രതയുടെ സാഗരനായ ബാബയുടെ നിരന്തര ഓർമ്മയിലിരുന്ന് ഞാൻ സമ്പൂർണ്ണ പവിത്രതയെ സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നു. വ്യർത്ഥവും സാധാരണതയും സമാപ്തമാക്കുന്നു. എൻ്റെ ഓരോ സങ്കല്പവും വചനവും കർമ്മവും സമർത്ഥമാണ്, ശ്രേഷ്ഠമാണ്. ഞാൻ സ്വയം തന്നെ സമ്പൂർണ്ണ സ്റ്റേജിന്റെ സമീപം അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മീയ സന്തോഷത്തിലിരിക്കുന്നു. ഓരോ സങ്കല്പവും ഓരോ സെക്കൻഡും സന്തോഷത്താൽ നിറയുന്നു. അല്പകാലത്തിന്റെ പ്രാപ്തി, വ്യക്തി വൈഭവം, ഇതൊന്നും സന്തോഷത്തിന്റെ ആധാരമല്ല. ഞാൻ സ്വയം സന്തോഷത്തിന്റെ ഭണ്ഡാരമാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോ സേവ ചെയ്യുമ്പോഴും ഞാൻ ആത്മീയ ലഹരിയുടെ അനുഭവം ചെയ്യുന്നു. സേവയിലൂടെ ഞാൻ ഉന്നതിയും സന്തുഷ്ടതയും മഹാനതയും അനുഭവം ചെയ്യുന്നു. ബാപ്പദാദയുടെ കൂടെ സർവ ആത്മാക്കളിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപ്തി ചെയ്യുന്നു. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും തിരകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കല്പത്തിലൂടെയും വാണിയിലൂടെയും കർമ്മത്തിലൂടെയും സർവർക്കും സന്തോഷം വിതരണം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ സ്വരാജ്യത്തിന്റെ അധികാരിയാകുന്നു. ഭാവിയിലെ രാജ്യ അധികാരിയാകുന്നു. ഈ സംഗമയുഗമാണ് ഉയരുന്ന കലയുടെ യുഗം. ഇതിലൂടെ സർവരുടെയും നന്മയുണ്ടാകുന്നു. ഞാൻ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. രാവണ ചങ്ങലയിൽ നിന്നും മുക്തമാകുന്നു. സ്വർഗത്തിന്റെ രാജ്യ അധികാരം പ്രാപ്തി ചെയ്യുന്നു. ഞാൻ ദേവതയാകുന്നതിൻ്റെ ആശംസകൾ ബാബ നൽകുകയാണ്. ആത്മാക്കൾ പതംഗങ്ങളാണ്. ആ പതംഗത്തിന്റെ ചരട് ബാബയുടെ കയ്യിലാണ്. ബാബ പറയുന്നു, ബാബ എന്നെ സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. ഇപ്പോൾ ഈ ജന്മം ഞാൻ ദേഹി അഭിമാനിയാകുന്നു. ബാബ പറയുന്നു, മന്മനാഭവ. ഈ ജന്മം എൻ്റെ ഏറ്റവും നല്ല ജന്മമാണ്. ബ്രാഹ്മണ ജന്മമാണ് സർവോത്തമ ധർമ്മം. ദേവതകൾ പ്രാലബ്ധം മാത്രമാണ് അനുഭവിക്കുന്നത്. ഞാനിപ്പോൾ ചക്രത്തെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയിലിരുന്ന്
സ്വയത്തെ പവിത്രമാക്കുന്നു. ഞാൻ നിർവികാരി ലോകത്തിലായിരുന്നു, ഇപ്പോൾ വികാരി ലോകത്തിലാണ്. ബാബ വന്ന് ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ഞാൻ ആത്മാവാണെന്ന ബോധം സദാ സ്മൃതിയിൽ വയ്ക്കുന്നു. ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ ആജ്ഞയാണ് ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഞാൻ ഈ ശ്മശാന ലോകത്ത് മറക്കുന്നു. അമരലോകത്തിലേക്കുള്ള യാത്ര ചെയ്യുന്നു. ഈ ഓർമ്മയുടെ യാത്ര ഒരു തവണ മാത്രം നടക്കുന്നു. ബാബ ശിവജയന്തിയുടെ ആശംസകൾ നൽകുന്നു. ഞാൻ പദവിയോടെ വിജയിയാകുന്നതിനു വേണ്ടി ഒരു ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം കണ്ടിട്ടും കാണാതെ ഇരിക്കുന്നു. ഈ അമരലോകത്തിലേക്കുള്ള യാത്രയിൽ മൃത്യുലോകത്തിന്റെ ഒന്നും ഓർമ്മയുണ്ടാകരുത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു കർമ്മവും ചെയ്യില്ല. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. നിങ്ങളുടെ അധ്യയന സ്വരൂപത്തിലൂടെ ശിക്ഷണം നൽകുന്ന ശിക്ഷാസമ്പന്നനും യോഗ്യനുമായ ശിക്ഷകനാകുന്നു. ശ്രേഷ്ഠ കർമ്മവും ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ ശക്തിയും അനുഭവം ചെയ്യിപ്പിക്കുന്നു. സങ്കല്പങ്ങളുടെ സിദ്ധി പ്രാപ്തമാക്കുന്നതിനായി ആത്മാശക്തിയുടെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കൂ. ബാബ സൂചന നൽകുന്നു. നിർമ്മലമായി സംസാരിക്കുക, വളരെ മധുരമായി സംസാരിക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക. ഇതുവരെ വാക്കുകൾ കൂടുതലും സാധാരണമായിരുന്നു. അലൗകിക വാക്കുകൾ ആയിരിക്കണം, ഫരിസ്തകളുടെ വാക്കുകളായിരിക്കണം. ഇപ്പോൾ ഇതിന് അടിവരയിടുക, അപ്പോൾ പ്രത്യക്ഷതയുണ്ടാകും. ഓം ശാന്തി.